നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷയിൽ കുരുമുളക് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുരുമുളക് വില വർദ്ധിക്കാനുണ്ടായ കാരണങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആഭ്യന്തര വ്യാപാരികൾ കുരുമുളക് സംഭരിക്കാൻ മത്സരിച്ചത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. ഹൈറേഞ്ച് മുളക് വരവ് ചുരുങ്ങിയത് തിരക്കിട്ട ചരക്ക് സംഭരിക്കാൻ വാങ്ങലുകാരെ പ്രേരിപ്പിച്ചു. കുരുമുളകിന് പോയ വാരം കിലോയ്ക്ക് 7 രൂപ കൂടി. രണ്ടാഴ്ചക്കിടയിൽ 12 രൂപയാണ് കൂടിയത്. മസാല കമ്പനികളിൽ നിന്നുള്ള ഡിമാൻഡിൽ വരും നാളുകളിൽ കർഷകർക്ക് നേട്ടത്തിൻ്റെ നാളുകൾ ആയിരിക്കും. വില കൂടിയെങ്കിലും പോയ വാരം വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു. കണ്ണൂർ, വയനാട് മേഖലകളിലെ കച്ചവടക്കാർ ഇടുക്കിയിൽ നിന്ന് നല്ല തോതിൽ കുരുമുളക് വാങ്ങിയതുകൊണ്ടാണ് കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറഞ്ഞത്. വിൽപ്പനയ്ക്ക് എത്തിച്ച കുരുമുളകിൻ്റെ നിലവാരം കണക്കിലെടുത്ത് വാങ്ങലുകാർ കുറവായിരുന്നു. 149 ടൺ വിൽപ്പനയ്ക്കെത്തി. പോയ വാരത്തെ അപേക്ഷിച്ച് 36 ടൺ കുറവാണ്. മാറി വന്ന വൃശ്ചികത്തിലെ മഴ കുരുമുളക് കൃഷിക്ക് ദോഷകരമെന്ന് കർഷകർ പറയുന്നു. വള്ളിയിൽ തിരിയിട്ടതെല്ലാം മഴയിൽ നശിച്ചു പോവുകയാണെന്നും ഇതുകൂടാതെ പറിച്ചെടുത്ത പച്ച കുരുമുളക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന മഴ മൂലം ഉണക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതെല്ലാം കുരുമുളകിൻ്റെ ഉൽപ്പാദനത്തെ ബാധിച്ചു എന്നാണ് കർഷകരുടെ പക്ഷം. കേന്ദ്ര കൃഷി വകുപ്പ് ഏജൻസികളും കർഷകരും പറയുന്നത് അടുത്ത വർഷം ഉൽപ്പാദനം കുറയുമെന്നാണ്. വിളവെടുപ്പ് നീണ്ടുപോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇടുക്കിയിൽ പച്ച കുരുമുളക് ലഭ്യമായി തുടങ്ങി കിലോ 185 രൂപ നിരക്കിൽ അച്ചാർ കമ്പനിക്കാരും മറ്റ് വ്യവസായങ്ങൾക്കുമായി ഇടുക്കിയിലെ മാർക്കറ്റുകളിൽ നിന്ന് പച്ച കുരുമുളക് വിൽപ്പന തുടങ്ങി. ശബരിമല സീസൺ തുടങ്ങിയതോടെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അയ്യപ്പ ഭക്തർക്കായി കുരുമുളക് വിൽപ്പന തുടങ്ങിയേക്കും. കഴിഞ്ഞ വർഷം 2000 ടൺ കുരുമുളക് ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തർക്ക് വിറ്റു എന്നാണ് വ്യാപാരികളുടെ കണക്ക്. ഇത്തവണയും വ്യാപാരികൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദർശനം കഴിഞ്ഞ് അയ്യപ്പ ഭക്തർ കടകമ്പോളങ്ങളിൽ കയറാതെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്ന അവസ്ഥയും വ്യാപാരികൾ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവയിൽ ഇളവ് വന്നതോടെ ഇന്ത്യയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ധാരാളം സാധ്യതയുണ്ട്. എന്നാൽ കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിൽ 90% ഇറക്കുമതി ചെയ്ത കുരുമുളകായിരിക്കും എന്നാണ് പൊതുവെ പറയുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഇറക്കുമതി കുറയാനാണ് സാധ്യത. വൻകിട സത്ത് നിർമ്മാതാക്കൾ ഇന്ത്യയുടെ കർഷകർക്ക് വില്ലന്മാരായി മാറിയെന്നാണ് കർഷക സമൂഹത്തിൻ്റെ പരാതി. 10,000 ടൺ കുരുമുളക് സംസ്കരിച്ചു കഴിഞ്ഞാൽ 1000 ടൺ സത്ത് കിട്ടും. ബാക്കി 9,000 ടൺ കുരുമുളക് അവശിഷ്ടമായിരിക്കും. ഇത് സ്ക്വയർ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അവശിഷ്ടങ്ങൾ കത്തിച്ച് കളയുന്നു എന്നാണ് സത്ത് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. എങ്കിലും ഭൂരിഭാഗവും മാർക്കറ്റിൽ തന്നെ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ടെന്നാണ് കർഷകരുടെ പരാതി. നല്ല ലാഭത്തിൻ്റെ കുരുമുളകിൻ്റെ അവശിഷ്ടം വിറ്റുപോകുന്നെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. ഇതെല്ലാം കുരുമുളക് കർഷകരെ ദോഷകരമായി ബാധിക്കാം. കയറ്റുമതി നിരക്ക് ഇന്ത്യ 1 ടൺ കുരുമുളകിന് $8,109, ഇന്തോനേഷ്യ $7,200, ശ്രീലങ്ക $7,100, വിയറ്റ്നാം $6,700, ബ്രസീൽ $6,300. കൊച്ചി കുരുമുളക് വില അൺഗാർബിളിന് കിലോ 692 രൂപയും ഗാർബിളിന് 712 രൂപ, പുതിയ മുളക് 682 രൂപ. ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.